ഹലോ ഫ്രണ്ട്സ്, ഇത് TVS ജൂപ്പിറ്റർ. ഇത് ബെൽറ്റ് ഇടയ്ക്ക് ഒത്തിരി നാൾ മുമ്പ് ബെൽറ്റ് പൊട്ടി വഴി കിടന്നതാണ്. അപ്പോൾ ഞാൻ പോയി ബെൽറ്റൊക്കെ മാറി കൊണ്ടുവന്നു. വഴി കിടക്കുമായിരുന്നു. പുള്ളി പണിക്ക് പോയ സമയത്താണ് ബെൽറ്റ് പൊട്ടിയത്. പുള്ളിക്കത് പണിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ പോയി ബെൽറ്റൊക്കെ മാറി കൊണ്ടുവന്നു. പുള്ളിക്ക് അതിനുശേഷം പേടിയാണ്. അപ്പോൾ എൻ്റെ അടുപ്പം ബെൽറ്റ് മാറിയിട്ടിപ്പോൾ ഒരു 15,000 10 അടുപ്പിച്ചൊക്കെയായി. 10 അടുപ്പിച്ചായി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഓയിലൊക്കെ മാറാൻ കൊണ്ടുവന്നേ. ഇവിടെ തന്നെ ബെൽറ്റ് കൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേന്ന് പറഞ്ഞു. എനിക്ക് പേടിയായി പോയി. അപ്പോൾ നമ്മൾ കവറിളക്കി ബെൽറ്റ് എങ്ങനെ പ്രശ്നമുണ്ടോ നമുക്ക് നോക്കാം. ബെൽറ്റ് മാറിളക്കുമല്ല, ബെൽറ്റ് പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. അതെങ്ങനെ നോക്കുന്നത് നമുക്ക് നോക്കാം. മാറണ്ട, നോക്കിയിട്ട് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് മാറാം. നമുക്ക് ഫുള്ള് ഇളക്കാതെ ക്ലച്ച് അവർ മാത്രം ഇളക്കി ബെൽറ്റിന് പ്രശ്നമുണ്ട് ക്ലച്ച് ഇളക്കിയിട്ട് നമുക്കത് ബെൽറ്റ് പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് ക്ലച്ച് അവർ ഇളക്കുമ്പോൾ നമുക്കറിയാം. നമുക്ക് ബെൽറ്റ് നമുക്ക് ഇങ്ങോട്ടടിച്ചേ. ബെൽറ്റ് ലൂസില്ല. നമുക്ക് ബെൽറ്റിൻ്റെ ബട്ടൺ അങ്ങോട്ട് നോക്കാം. ബെൽറ്റിൻ്റെ ബട്ടൺ ഒന്നും പൊട്ടിയിട്ടില്ല. അത് നമുക്ക് മെയിനായിട്ട് നോക്കണം. ബെൽറ്റിൻ്റെ ബട്ടൺ പൊട്ടിയിട്ടുണ്ടോ നോക്കണം. ബെൽറ്റിൻ്റെ ബട്ടൺ ഒന്നൊന്നായിട്ട് നോക്കണം. എവിടെയെങ്കിലും പൊട്ടിയിരിക്കും, പൊട്ടാറായിരിക്കും. ഫുള്ളും കറക്കി നോക്കുക. ആ ഭാഗം ക്ലിയറാണ്. ഇനി ബെൽറ്റ് വെടിപ്പെല്ലാം ആയിട്ടുണ്ടോ നോക്കാം, വെടിച്ചിട്ടുണ്ടോ നോക്കാം. വെടിക്കുമ്പോഴാണ് ബട്ടൺ പൊട്ടുന്നത്. ബട്ടൺ പൊട്ടിയിട്ട് പിന്നെ ഇങ്ങനെ അകത്തോട്ടടി അങ്ങനെ അടിച്ചാൽ അങ്ങനെ അതേ ഭാഗം നോക്കുമ്പോൾ അങ്ങനെ അടി, അങ്ങനെ പിടിച്ചാൽ കൊള്ളാം. അങ്ങനെ പിടിച്ചാൽ കുഴപ്പമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽഭാഗം അവിടെ ആ ഭാഗം നമുക്ക് നോക്കണം. അത് എവിടെയെങ്കിലും അങ്ങനെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ബെൽറ്റിൻ്റെ ആ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ നോക്കണം. അവിടെ ഇങ്ങോട്ട് അടിച്ചാൽ അല്ലാണ്ട് ഈ ഭാഗം കണ്ട, ഈ ഭാഗത്ത് പുതിയ ബെൽറ്റ് അത് മാറിയത്. അത് ഒരിക്കൽ പോകുന്ന ആൾക്കാരാകുമ്പോൾ പേടിയാണ്. പൊട്ടി വഴി കിടന്ന മേശിരിമാരാ. അവിടെയും കുഴപ്പമില്ല. നമുക്ക് ഈ ഭാഗം നോക്കാം. ഈ ഹെഡ്ജിൻ്റെ സൈഡ് ബട്ടൺ നോക്കുക. ബട്ടൺ പൊട്ടിയിട്ടുണ്ടോ നോക്കണം. പിന്നെ വെടിപ്പായിട്ടുണ്ടോ നോക്കണം. ബെൽറ്റിൻ്റെ ഭാഗത്ത് വെടിക്കുമ്പോഴാണ് പിന്നെ അവിടെ നിന്ന് ബട്ടൺ അടന്നു പോകുന്നത്. അപ്പം ആ ഭാഗം കുഴപ്പമില്ല, ബട്ടൺ കുഴപ്പമില്ല, വെടിച്ചിട്ടില്ല. ഈ സൈഡ് ഈ സൈഡ് ആ തയ്യൽ കാണുന്നുണ്ട്. അത് ഫുള്ളൊന്ന് കറക്കി നോക്കണം. എവിടെയെങ്കിലും നമുക്ക് ബെൽറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന രീതി പറഞ്ഞു തരുവാണ്. ഞാനിങ്ങനെയാണ് നോക്കുന്നത്. പിന്നെ അത് മേൽഭാഗം ആ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് ആ ഭാഗവും കുഴപ്പമില്ല. ഫുള്ളും കറക്കി നോക്കണം. ചെയ്യുന്നവർ ഫുള്ളും കറക്കി നോക്കണം. കുഴപ്പമില്ല. പിന്നെ ബെൽറ്റ് കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് പിടിച്ച് നോക്കുമ്പോൾ അറിയാം. ഒത്തിരി മയങ്ങണക്കായിട്ടൊന്നുമില്ല. അധികം നാളൊന്നും ആയിട്ടില്ല. പുള്ളിക്ക് പേടി പൊട്ടുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ ചെക്ക് ചെയ്ത് നോക്കാം. വരുന്ന വണ്ടിയെല്ലാം സർവീസിന് വരുന്ന വണ്ടിക്കെല്ലാം നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. ബെൽറ്റ്, എയർ ഫിൽറ്റർ, പ്ലഗ്, ഫുൾ ചെക്കപ്പിന് വന്ന വണ്ടിയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിങ്ങനെയാണ് ബെൽറ്റ് ഭാഗം നോക്കുന്നത്. ഇനിയിപ്പോൾ ഒന്ന് എയറൊക്കെ അടിച്ച് ഇത് മൊത്തം ഇളക്കിയതല്ലേ. ഈ ഭാഗത്ത് നമ്മൾ എയർ അടിച്ച് ഒന്ന് വൃത്തിയാക്കാം. ഇതൊന്ന് ഇളക്കും. ഇളക്കിയിട്ട് അതിൻ്റെ ക്ലച്ച് ഷൂ ഒന്ന് തുടച്ച് എന്തെങ്കിലും ഇളക്കിയതല്ലേ. അത് ക്ലച്ച് ഷൂ ഒന്ന് എമരി പേപ്പർ കൊണ്ട് പിടിച്ച് ആ പൊടിയും കളഞ്ഞ് ക്ലച്ച് ഷൂ ഒന്ന് ഗ്രിപ്പാക്കി കവറും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.